നമസ്കാരം. കേരളത്തിന്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വ്യാഴാഴ്ച 10:30 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നമ്മുടെ പുതിയ ഗവർണർ ആർലേക്കറാണ്. എന്തുകൊണ്ടാണ് ആർലേക്കർ ഇവിടെ നമ്മുടെ കേരളത്തിന്റെ ഗവർണറായി വരേണ്ടി വന്നത്? ഇതിനു മുമ്പുള്ള ഗവർണറെ കേരളത്തിന് പറ്റുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുന്നുമില്ല. അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ വേണ്ട, ഒന്ന് തിരിച്ചെടുക്കണേ എന്നുള്ള നിരന്തരം അഭ്യർത്ഥന. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഗവർണർ അദ്ദേഹത്തിന്റെ വഴിക്ക് അദ്ദേഹം പോയി പുതിയ ഗവർണർ ചാർജ് എടുക്കുകയും ചെയ്തു. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി. പിണറായി സർക്കാർ നിങ്ങളെ ആവശ്യപ്രകാരം ഞങ്ങൾ പുതിയ ഗവർണറെ നിങ്ങൾക്ക് അവരോധിച്ചു തരുന്നു. പക്ഷെ പിടിച്ചതിനേക്കാൾ വലുതാണ് അളയിൽ എന്നുള്ളൊരവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥ എന്നാണ് പിണറായി സർക്കാർ തുടക്കത്തിലെ തന്നെ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റണമെന്ന് പിണറായി സർക്കാർ പറഞ്ഞത്? തങ്ങളുടെ ഉടായ്പകൾ, ഒരുപാട് ഉടായ്പകളുണ്ട്, അത് എണ്ണി എണ്ണി പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അത്തരം ഉടായ്പകളൊന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തെ സമരം ചെയ്ത് പ്രതിരോധിച്ച് ഒതുക്കാമെന്ന് കരുതി. അദ്ദേഹം പോകുന്ന വഴിക്കെല്ലാം SFI വിദ്യാർത്ഥികളെ കൊണ്ട് സമരം ചെയ്യിച്ചു, അദ്ദേഹത്തെ വഴിതടയിച്ചു, അദ്ദേഹത്തെ വാഹനത്തിന് നേരെ ചാടി വീഴാൻ പല പരിപാടികളും നോക്കി. ഗത്യന്തരമില്ലാതെ അദ്ദേഹം കസേരയെടുത്ത് വലിച്ചിട്ട് അവിടെ ഇരുന്ന് പുറത്തിരുന്നിട്ട് എന്നാ പിന്നെ കാണട്ടട എന്ന് പറഞ്ഞു. സംഗതി SFIയുടെ കുട്ടികൾ കുടുങ്ങി. ഇപ്പോ ജാമ്യത്തിലാണ് എന്നുണ്ടെങ്കിലും ആ കേസ് അവിടെ തന്നെ ഉണ്ട് എന്ന് മറക്കരുത്. എന്തുകൊണ്ടാണ് SFI വിദ്യാർത്ഥികളെ കൊണ്ട് ഗവർണറെ പ്രതിരോധിച്ചത്? ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ RSSന്റെ ചായ്വുള്ള ആളാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ഒന്നും നടത്തില്ല, RSSന്റെ ഭരണമാണ് കാഴ്ചവെക്കുന്നത്, അല്ലെങ്കിൽ RSS കാരനാവാനാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ പ്രതിരോധിച്ചിരുന്നത്. എന്നാൽ ഇപ്പൊ വന്ന ഗവർണറോ താനിയ RSS കാരനാണ്. അത് മാത്രമല്ല, കേന്ദ്രമന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആളുമാണ്. അത് മാത്രമല്ല, BJPയുടെയും RSSന്റെയും ഒക്കെ കൃത്യമായ ലക്ഷ്യവും ലക്ഷ്യബോധവും ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ആള് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി കേരളത്തിൽ വരുമ്പോൾ ഏതായാലും പിണറായി സർക്കാർ എങ്ങനെയാണ് ഇനി അതിനെ നേരിടുന്നത് എന്നാണ് കണ്ടറിയേണ്ടത്. ഏതായാലും വന്നിറങ്ങിയപ്പോൾ തന്നെ പിണറായി സർക്കാരിന് ആദ്യ പ്രഹരം, അതായത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ആദ്യ പ്രഹരം ഒരു ഉഡായിപ്പ് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു. നേരത്തെയുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന, അദ്ദേഹത്തിന്റെ ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, കുറെ ആൾക്കാർ, കുറെ പോലീസുകാർ, അവരിൽ ചിലരെയൊക്കെ മാറ്റി ഇത്തരത്തിലുള്ള ഒരാളാണ് വരുന്നത്, ഇപ്പോ ഒരു RSS കാരനായ ഒരാളാണ് വരുന്നത്, ആരിഫ് മുഹമ്മദ് ഖാൻ ശേഷം ഇത്തരത്തിലുള്ള ഗവർണർ വരുമ്പോ അദ്ദേഹത്തിന്റെ നീക്കം എന്താണ് എന്തൊക്കെയൊന്നും അറിയണമല്ലോ. അപ്പൊ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാകണം നിലവിലുള്ള കുറച്ച് പോലീസുകാരെയൊക്കെ മാറ്റി സർക്കാരിന് താല്പര്യമുള്ള മറ്റു ചില പോലീസുകാരെ അവിടെ നിയമിച്ചത്. പക്ഷേ പിണറായി സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു, വന്ന ആള് വെറും മണ്ടനല്ല, കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാൻ കഴിവുള്ള ആളാണ് എന്നുള്ളത്. അദ്ദേഹം അവിടെ നിന്ന് കേരള ഗവർണറായി ചുമതലയെടുക്കാൻ വരുന്നതിന് മുമ്പ് എന്തായാലും അദ്ദേഹം നേരത്തെയുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാകും, അദ്ദേഹവുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും, അദ്ദേഹം കേരളത്തിലെ നിലവിലുള്ള സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ടാകും. അതുപോലെ തന്നെ വരുന്ന വഴി ഗോവ വഴി വന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഗോവയിൽ എത്തിയപ്പോൾ നമ്മുടെ ശ്രീധരൻ പിള്ളയാണ് അവിടുത്തെ ഗവർണർ. എന്തായാലും അദ്ദേഹവുമായിട്ട് കുറച്ച് സംസാരിച്ചിട്ടുണ്ടാവും. ആ കൂടിക്കാഴ്ചയിലും നിലവിലെ കേരളത്തിലെ സ്ഥിതി, പിണറായി സർക്കാരിന്റെ നീക്കങ്ങൾ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ നീക്കങ്ങൾ, ഇതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. പിന്നെ ഇതിനെല്ലാത്തിലും ഉപരി ഇവിടെ വന്ന് ചാർജ് എടുക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടുണ്ട്, കുറച്ചു പേരെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ഉദ്യോഗസ്ഥരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായത് കൊണ്ട് തന്നെ DGPയുടെ ചുമതല വഹിക്കുന്ന മനോജ് ഇബ്രാഹിമിനെ നേരെ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അത് തന്നെ പിണറായി സർക്കാർ ഒരു വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. വിളിച്ചു വരുത്തിയ ശേഷം അദ്ദേഹം ആവശ്യപ്പെട്ടത്, ഇവിടെ ഇതിനു മുമ്പ് ആരായിരുന്നോ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്നത് അവരെ പുനർനിയമിക്കണം, പുതിയ ആൾക്കാർ ഇവിടെ ആവശ്യമില്ല, അവർ തൽക്കാലം പറഞ്ഞുവിട്. ഇതോടുകൂടി പിണറായി സർക്കാരിന്റെ ഫ്യൂസ് ഊരി എന്നാണ് കേട്ടത്. വരുന്ന ആൾ ഏത് തരത്തിലുള്ള ആളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നിരീക്ഷിക്കാൻ വേണ്ടി ഒരാളെ വെച്ചാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളും സംസാരിക്കുന്ന കാര്യങ്ങളും ഒക്കെ എല്ലാം കൃത്യമായി അപ്പക്കപ്പോ അങ്ങ് കേന്ദ്രത്തിൽ അറിയുമെന്ന് കരുതി. പക്ഷെ അതിന് വെച്ച വെള്ളമാണ് തുടക്കത്തിൽ തന്നെ ചെരിഞ്ഞു പോയത്. ഏതായാലും സർക്കാർ ഭയപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു പേടി എപ്പോഴും ഉണ്ട്. കാരണം നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ RSS ചായ്വുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റണം, അദ്ദേഹത്തെ കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ പുതിയ ഒരാളെ നിയമിക്കുമ്പോൾ ആ ആളോടും ഇത് ഇദ്ദേഹം പറ്റില്ല, കേരളത്തിന് പറ്റില്ല, ഇദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് കേന്ദ്രത്തോട് പറയാൻ പറ്റില്ല. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനോട് നേരത്തെ SFI കൊണ്ട് സമരം ചെയ്യിച്ചിരുന്നത് പോലെ ഈ ഒരു സമരം നടത്താനോ അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കാനോ കഴിയില്ല. ചുരുക്കം പറഞ്ഞാൽ നേരത്തെ ഉണ്ടായതിനേക്കാൾ വളരെ കഷ്ടത്തിലേക്കാണ് പിണറായി സർക്കാരിന്റെ പോക്ക്. കാരണം വളരെ കൃത്യമായ അജണ്ടയുണ്ട്, കൃത്യമായ വക്താവും തന്നെയാണ്. ഇവിടെ RSSന്റെ ഒരു ചായ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, ആള് പക്ക RSS കാരൻ തന്നെയാണ്. അപ്പൊ പിന്നെ ഒരു ചായവുണ്ട് അല്ലെങ്കിൽ സർക്കാരുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതെല്ലാം പരമ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്.
അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരാളാണല്ലോ ഇവിടെ വരുന്നത്, ഒന്ന് നിരീക്ഷിച്ചേക്കാം എന്ന് കരുതിയിട്ടുള്ള ആ ഒരു പണിയാണ് തുടക്കത്തിൽ തന്നെ, അതിന്റെ ആദ്യ നീക്കത്തിൽ തന്നെ പാളിപ്പോയത്. അങ്ങനെ പണി പാലും വെള്ളത്തിൽ കിട്ടിയിരിക്കുകയാണ്. ഏതായാലും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ അതിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് ഇങ്ങോട്ട് കളിക്കാൻ വരണ്ട, കളിക്കാൻ വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ കളി പഠിപ്പിക്കും, എനിക്ക് നിങ്ങളെ ദ്രോഹിക്കണമെന്ന് തൽക്കാലം ആവശ്യമില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതല്ല ഫയറ്റിന് വരാനാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കാണാം എന്നതിന്റെ ഒരു സൂചന തന്നെയാണ് വന്ന് 24 മണിക്കൂറിനുള്ളിൽ ഇത്തരത്തിലൊരു CPM-നെ അല്ലെങ്കിൽ സർക്കാരിനെ ഞെട്ടിച്ച ഒരു നീക്കത്തിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ആർലേക്കർ സൂചിപ്പിക്കുന്നതെന്ന് കരുതാതിരിക്കുന്ന വൃത്തിയില്ല. കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഒരു ഗവർണർ, അദ്ദേഹം നല്ല കഴിവും പ്രാപ്തിയുമുള്ള വിദ്യാഭ്യാസമുള്ള ബോധമുള്ള ഒരു ഗവർണറായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഹെൽത്ത് ബില്ലൊക്കെ അദ്ദേഹം ഒപ്പിടാതെ മാറ്റിവെച്ചത്. നമുക്കറിയാം ഈ ഹെൽത്ത് ബില്ല് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമാണ്. ഇവിടെ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം അവർ എന്ത് കഴിക്കണം, എന്ത് ചികിത്സ നടത്തണം എന്നുകൂടി തീരുമാനിക്കണം. നമ്മൾ ഏത് ചികിത്സയിൽ പോകണം. ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന വകുപ്പിലെ പോകാൻ പാടുള്ളൂ എന്ന് പറയാണ്. ഒരു കഷായം കുടിച്ചാലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചുക്ക് കാപ്പിയിട്ട് കുടിച്ചാലോ ആ ചുമയോ കഫക്കെട്ടോ മാറുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇന്ന വിഭാഗത്തിൽ പോയി ചികിത്സിക്കണം. ഇനി അഥവാ ഏതെങ്കിലും ആയുർവേദ ഡോക്ടറോ, ഇനി അതല്ലെങ്കിൽ ഹോമിയോ ഡോക്ടറോ, ഇനി അതും അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുവൈദ്യമോ ആരെങ്കിലും ഒരു ചെറിയൊരു മരുന്നോ എന്തെങ്കിലും പനിക്ക് കൊടുത്തു പോയി കഴിഞ്ഞാൽ അവരെ പിടിച്ച് അകത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് ഇവിടെ കൊണ്ടുവന്നത്. ഈ സംരക്ഷണ ബില്ല്, ഹെൽത്ത് ബില്ല് എന്നൊക്കെ കേട്ടപ്പോൾ ഒരു വലിയ മഹാസംഭവമായിട്ടാണ് കരുതിയത്. പക്ഷേ അത് പിണറായി സർക്കാരിനോട് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു, നിങ്ങളിത് പാസ്സാക്കരുത്, ഇത് ജനദ്രോഹമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായമായിട്ടുള്ള ആരോഗ്യ വ്യവസായത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ചെന്ന് ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ ആ കച്ചവടമായി മുന്നോട്ട് പോയപ്പോൾ കേരളത്തിലെ ഒരു വിഭാഗം, നേരം വെളുത്തിട്ടുള്ള സാമുവൽ ജോർജിനെ പോലുള്ള വലിയൊരു വിഭാഗം, അവർ നേരെ ഈ ഗവർണർ പോയി കണ്ടു, കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് തിരിഞ്ഞു. എന്തിനാണ് ഇങ്ങനെ പടപ്പുറപ്പാട് എന്നുള്ളത് നമ്മൾ കണ്ടുവരുന്നില്ലേ? ഇത് പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ചില രോഗങ്ങൾക്ക് മറ്റുള്ളവർ ചികിത്സിക്കാൻ പാടില്ല, കണ്ടെത്തിയിട്ട് അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ജനദ്രോഹപരമായ, ഞാൻ ഒരു ബില്ലിന്റെ കാര്യമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ഇത്തരത്തിൽ ജനദ്രോഹപരമായ ഒട്ടനവധി ബില്ലുകൾ ഇനിയും ഒപ്പിടാൻ കാത്തിരിക്കുന്നുണ്ട്. അപ്പോ അത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടുന്ന് നാട് കടത്താനായിട്ടുള്ള സകല പണിയും എടുത്തത്. എന്നാൽ പിടിച്ചു വരുത്തിയത് അതിനേക്കാൾ വലിയ കണിയാണ് എന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ പിണറായി വിജയന്റെ ഒരു അവസ്ഥ. നിങ്ങൾ മര്യാദയ്ക്ക് ജനകീയമായി ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാകും. അതല്ല ഉടായ്പമായിട്ട് വരാനാണ് പരിപാടി എന്നുണ്ടെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ പണി കിട്ടും, ഇത് നമുക്ക് തിരിയും. അതുകൊണ്ട് അതിനുള്ള വെള്ളം അങ്ങോട്ട് വാങ്ങിവെച്ചോ, മര്യാദയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാം. അതല്ല നിങ്ങൾ SFIയെ കൊണ്ട് ഇറക്കാനുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇറക്കിയതുപോലെ ആയിരിക്കില്ല ഇനിയുള്ള കാര്യങ്ങൾ എന്ന് ആദ്യ വരവിൽ തന്നെ ഒരു ദിവസം 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന കേരള ഗവർണർ പിണറായിക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഈ സർക്കാരിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. പഠിച്ചാൽ നന്ന്, ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കും എന്ന് തീർച്ചയാണ്. Different angles. Don't forget to subscribe and support this channel.